ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു തുടക്കം കാണുമ്പോൾ തന്നെ അറിയാം എവിടേക്കോ കെട്ടിയൊരുങ്ങി പോവുകയാണെന്നുള്ളതല്ലേ. പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയൊരു യാത്രയാണ് കേട്ടോ ഇത്. നാടുകാണി ചുരം വഴി പോകണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയറിയിട്ട് പിന്നെ എങ്ങനെയെന്നൊന്നുമില്ല. വെറുതെ ഇങ്ങനെ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോവാം. കുട്ടികൾക്ക് എവിടെയെങ്കിലും വല്ല പാർക്കും കാണുമെങ്കിൽ കയറാം എന്നാണ് വിചാരിച്ചിട്ടോ. പിന്നെ വൈക്കടവ് ഞങ്ങൾക്ക് കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടിയും കയറാമെന്നൊക്കെ ഉള്ളൊരു ഇതിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചുരം കയറിയാലൊന്നും കിട്ടില്ലല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഇതിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ യാത്രയിലാവുമ്പോൾ വല്ലാണ്ട് വിശപ്പറിയില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ടൊരു സ്നാക്സ് പോലെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം നേരം വൈകിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 11:30 ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഫുഡൊക്കെ തീർന്നു. ഞങ്ങൾക്ക് പൊറാട്ടയും ചപ്പാത്തി മാത്രമാണ് കിട്ടിയത്. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മക്കൾക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവരും കൂടി ഞങ്ങൾ സോപ്പിട്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കയറാണ്. നല്ല ഭയങ്കര തണുപ്പൊന്നും പറയാനില്ല, എന്നാൽ ഒരു മിതമായിട്ടുള്ളൊരു കാലാവസ്ഥ. അങ്ങനെ ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ കാറിൽ കയറിയിട്ടുള്ളതിൻ്റെ ഓരോ മൊണാട്ട് പരിപാടികൾ. അതിൽ പോകുമ്പോൾ ആനനെ കാണും, കടുവനെ കാണും, പുലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിഫാന് കുട്ടികളെ നല്ലോണം പറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇതിപ്പോൾ വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാളും 2 ഡോറിൻ്റെ അവിടെ ഇരുന്നിട്ട് കാത്തിരിക്കുക കേട്ടോ, ആന വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതാ ഞാൻ ഇതുവരെ നടുക്കിരുന്നിരുന്നതിന് ഇപ്പോൾ സൈഡ് സീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊലിവാണ് എൻ്റെ മുഖത്ത് കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറി മുകളിലെത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു പാർക്ക് കണ്ടത്. സത്യം പറയാൻ ഞങ്ങൾ ഈ ഒരു പാർക്ക് പ്രതീക്ഷിച്ച് വന്നല്ല, പക്ഷേ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്നൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ്. അവിടെ അങ്ങനെ പാർക്കായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. ഞാനിതെൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് സിപ്പ് ലൈനൊക്കെയുള്ള സ്ഥലമാണ്, അതിൻ്റെ റൈഡിനുള്ള സ്ഥലമാണ്. പിന്നെ ഒരു ഭാഗത്തേക്ക് മ്യൂസിയമൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് കാണാൻ പോവാണ് കേട്ടോ. അത് ആ ദൂരെ കാണുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. കുട്ടൂനാണെങ്കിൽ വണ്ടിയിലിരുന്ന് ആകെ ബോറടി ചെയ്യുന്നു കേട്ടോ. കാരണം ഓൻ പ്രതീക്ഷിക്കണം ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഓന് കുറേ പാർക്കൊക്കെയാണ് പ്രതീക്ഷിച്ച് വന്നത്, പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഓനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ അക്വേറിയം കാട്ടി കൊടുത്ത് പോയിട്ടോ. പിന്നെ അതൊക്കെ കണ്ട് വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഏരിയയിൽ എന്നാൽ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ മേളിൽ ഒരു മ്യൂസിയം. ഇത് കാണാൻ നല്ല രസമല്ലേ? എവിടെ മീന്? ചക്രമീൻ. ഇതില് തോന മീനുണ്ട്. എന്താ പറഞ്ഞേ? പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ മുകൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ മറ്റേ ഈ മ്യൂസിയം, മറ്റേ കാട്ടത്തെ ഓരോ മൃഗങ്ങളെ എല്ല്, തലയോട്ടി അങ്ങനെയുള്ളതൊക്കെ, പിന്നെ കുറേ വെറൈറ്റി ജീവികളുടെ ഇങ്ങനെ ഫോസിൽസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ എന്താ പറയുക എനിക്കറിയില്ല കറക്റ്റായിട്ട്. അതൊക്കെ ഇങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒറിജിനൽ പുലിൻ്റെ തൊലിയാണ് കേട്ടോ. അതിങ്ങനെ ഒരു സ്റ്റാച്യൂം ഇട്ട് വെച്ചേക്കാന്നാണ് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. ഇത് ചെറിയൊരു മാൻകുട്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ. അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ കാണാൻ വേണ്ടിയൊന്നുമില്ല. ഒരാ പുലിനെ കണ്ടിട്ടൊന്ന് പേടിച്ച് അത്രേ ഉള്ളൂ. ആദ്യം ആ ചിത്രം നോക്കി. ഇവിടെ ഇവര് ഗെയിം കളിക്കുക, TV ആണ്. ഇത്രയുള്ളൂ. കഴിഞ്ഞോ? ഇതെന്താ? ഹെലികോപ്റ്റർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. അവിടെ വലിയൊരു ബൊഗൻവില്ലേൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിമത്തെ കളറ് നല്ല അടിപൊളിയായിരുന്നു, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറ്. പിന്നെ കുറേ വേറെയും കൃഷികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഡ്രാഗൺ ഫ്രൂട്ടാണോ എനിക്കറിയില്ല, അതുപോലത്തെ എന്തോ ഒരു ചെടി. മരത്തുമ്മ കേറാ കുഞ്ഞേ, പോവല്ലേ?
അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. ഐശുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ കയറണം എന്നുള്ളത്. എനിക്കും അത്യാവശ്യം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. കാരണം എൻ്റെ ഡ്രസ്സ് അത്ര കംഫർട്ട് ആയിട്ടുള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ അതിൽ പെർ പേഴ്സൺ 300 ആണ് ചാർജ് വരുന്നത്. അവിടെ കയറില്ല. ആദ്യം ഐഷും റിബും മാത്രമാണ് കയറാൻ വിചാരിച്ചത്. നമുക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഓള് കയറിയിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊക്കെ പറഞ്ഞ് ഓളെ മോട്ടറാക്കിയിട്ട് ഓളെയും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടാളും കയറുമ്പോൾ ഓള് മാത്രം കയറാതെ നിൽക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓള് വന്നത്. പിന്നെ ഇതിൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം സെക്യൂരിറ്റിയൊക്കെ ഒരു നോക്കുന്നുണ്ട്. പിന്നെ അതല്ല, കുട്ടികളുടെ കൂടെയൊക്കെ ഒരാൾ പോയി കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ വലിയ ആൾക്കാർക്കും പേടിയാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ പോവുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇവർ മൂന്നാളും കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞ് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഉമ്മാൻ്റെ ഫോണിലാണ് എടുത്തത്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതാ ഞാൻ ഇവർ കയറുന്ന സമയം കൊണ്ട് അവിടുത്തെ കാറ്റ് ആസ്വദിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി വ്യൂ ആയിരുന്നു. ആദ്യം ഐഷും റിബുവാണ് കേട്ടോ പോയത്. ആ സമയത്തൊന്നും നമ്മൾ പോണില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾ ഒറ്റക്കാണ് പോയത്. ഒറ്റക്കല്ല, കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോയത് കേട്ടോ. സ്പീഡ് കുറയും, ഇനി വലിച്ചു അവിടുന്ന് ഇങ്ങോട്ട്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പോകും കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നിരപ്പായതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു എൻഡിക്ക് എത്തുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും കേട്ടോ. പിന്നെ ഒരു കയറിട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഷൂട്ടിംഗ് പോയിന്റ് അല്ല, വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ആദ്യം പറഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ഒന്നും കയറണ്ട, എന്തിനാ. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കാറ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, അവർക്ക് അവിടുന്ന് താഴത്തേക്ക് നോക്കണം, അവിടുന്ന് ചാടണം. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ഏരിയയിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കലാത്തിയ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ടൈപ്പ് ഓഫ് കലാത്തിയ അങ്ങനെ പറയാം. ഇത് ഒറിജിനൽ കലാത്തിയാണോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് പറിക്കാൻ കിട്ടുമോ എന്ന് നോക്കാൻ പോയത്. പക്ഷേ അത് ഭയങ്കര പാടത്തുനിന്ന് വരികയാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളത് അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ ചുരം ഇറങ്ങണതിൻ്റെ മുമ്പായിട്ട് ചെറുതായിട്ടൊരു സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ. ഇത് വൈക്കടവാണ്. ഇപ്പാൻ്റെ ഒരു പെങ്ങളായിട്ട് വരും. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്നും പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോട്ടലൊക്കെ ക്ലോസ് ചെയ്യുമെന്ന് അറിയണത് കൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ പറയണതാണ്, പക്ഷേ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഫുഡാണല്ലോ മെയിൻ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. കാരണം 11:30 ആയിക്കണു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ്. പിന്നെ അപ്പോൾ ഒരു ഫുഡിനുള്ള ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്ക് അതും ഇതൊക്കെ തിന്നാണല്ലോ, ഐസ്ക്രീമും മറ്റൊക്കെ ആയിട്ട്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. ഫുഡ് വരാനുള്ള ടൈമൊന്നും അയിമയ്ക്കില്ലാത്തതുകൊണ്ട് ഓളുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അവളെ പിടിച്ചു നിർത്താൻ അതൊരു മാർഗ്ഗമുള്ളായിരുന്നു. അതിൽ കളിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ്, നമ്മുടെ ദേശീയ ഫുഡായിട്ടുള്ള ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഇതെന്തായാലും മസ്റ്റാണല്ലേ. പിന്നെ നമ്മൾ മന്തിയാണ് പറഞ്ഞത്, അതന്നെ ഉള്ളായിരുന്നു കേട്ടോ. അവിടെ ഷവായ ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു. നമ്മൾ അൽഫാം മന്തിയാണ് പറഞ്ഞത്. അങ്ങനെ അതും വന്നു. പിന്നെ ഒരു മെയിൻ കാര്യം, ഇന്ന് റിഫാൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ എനിക്കുള്ളൊരു ട്രീറ്റും കൂടിയാണ് ഇത്. പിന്നെ 23-ന് നിയമോളെ ബർത്ത്ഡേ ആയിരുന്നു, 25-ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.